ഹലോ. ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ്റത്തില്ല, മഴയാണ് മഴ. വെയിലുള്ളപ്പോ ഈ മഴയും ഫോട്ടോ തമ്മിൽ എന്താ ബന്ധം? തനിക്കിപ്പോ ഒന്നും പറഞ്ഞ മനസ്സിൽ യാക്ക് പെന്നാ. എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സമാധാനം. ഈ പെൻഡ്രൈവിലുള്ള പറ്റില്ല. 4-5 ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തന്നാ പറ്റില്ല. ഇല്ല ഇല്ല, പോ. പെൻഡ്രൈവ് മൊത്തം വൈറസ് ആയിരിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെന്റെ പേഴ്സണൽ പെൻഡ്രൈവ് വന്നേ, സേഫ് ആയിരിക്കും. ഇതൊക്കെ താനെടുത്ത ഫോട്ടോസ് ആണോ? താനെടുത്ത ഫോട്ടോസ് ആണോ എന്ന്? അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് കണ്ട മനസ്സിലായിക്കൂടെ? ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു, കല്യാണമായിരിക്കും. അത്രയ്ക്കൊന്നുമില്ല, ചെറിയ പ്രോഗ്രാംസ് മാത്രം. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. എന്നും കല്യാണവും കാതുകുത്തലൊക്കെ മതിയെന്നേ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ലെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ? അതിപ്പോൾ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വെൽ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. സിനിമ, ഫാഷൻ, ട്രാവൽ, വൈൽഡ്, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ താനെന്തൊരു സ്റ്റുഡിയോ ഇട്ട് ഇവിടെ കൂടി പോയത്? അതിപ്പോൾ ക്യാമറ ലൈറ്റ്സ് ഒക്കെ കണ്ടുപോയാലോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താനൊരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചോ, ഞാൻ നാളെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ. പ്രിന്റ് എടുത്തിട്ട് താൻ വന്നില്ലെങ്കിലോ? അപ്പം എനിക്ക് ആളെ കണ്ടുപിടിക്കണ്ടേ? അവിടെ സൂപ്പർ ഫോട്ടോ ആണ്, കണ്ടോ? എല്ലാ കാഴ്ചകളും കണ്ണുകൊണ്ട് മാത്രം കാണാതെ വല്ലപ്പോഴും ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും. ഇപ്പം കല്യാണത്തിനും പാലുകാച്ചലിനും വരെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയതും ഇപ്പം അയാളുടെ പെങ്ങളായി കുട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എല്ലാവരും നിമിത്തമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യമാണെന്ന് ഇച്ചാച്ചൻ എങ്ങനെ മനസ്സിലായി? എടാ പിള്ളേരെ, നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞാൻ കൂടെ വന്നത്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ ഊളകളും ഇത് തന്നെ ചിന്തിക്കുള്ളൂ. എൻ്റെ അമ്മയ്ക്കാണ് സത്യം. ഇന്നത്തെ മിച്ചറ് പോയാലിട്ടോ പോതാതെ പോയേ. ഹലോ, നാടകം കൊടുക്കുന്നു. എടാ, നമ്മളെ പഴയ വടകൻ പ്രഭാകരനൊക്കെ ഉണ്ടോ? ആണോ? ഞാൻ വരട്ടെ, ഞാൻ നോക്കട്ടെ കേട്ടോ. എന്നാ